രാവിലെ മറിയ ഉമ്മൻ മത്സരിക്കാൻ സാധ്യതയുണ്ടോ? സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധ്യത പാർട്ടി തള്ളിക്കളയുന്നില്ല എന്നതൊരു ഏറ്റവും വലിയ കാര്യമാണ്. അതേപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാണ്ടി ഉമ്മൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേരും ഒരു കുടുംബത്തിൽ നിന്ന് രണ്ടുപേരും മത്സരിക്കാൻ യോഗ്യരാണ് എന്ന് പാർട്ടി പറയുകയാണെങ്കിൽ അത് ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വലിയ വിജയമായിരിക്കും. അഭിമാനമാണ്. അതെ, അഭിമാനമാണ്. ഉമ്മൻചാണ്ടിയുടെ ഒരു വിജയമാണത്. ഉമ്മൻചാണ്ടിയെ പോലൊരു കേരളത്തെ നിയന്ത്രിച്ചിരുന്ന ഒരു നേതാവിന്റെ രണ്ട് മക്കൾക്കും രാഷ്ട്രീയത്തിലേക്ക് വരാനുള്ള മുഴുവൻ യോഗ്യതയുമുണ്ട് എന്ന് പാർട്ടിയാണ് പറയുന്നത്. ഇപ്പോ മറിയാം ഉമ്മൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, പാർട്ടി പറയാതെ ഞാൻ മത്സരിക്കത്തില്ല. അപ്പോൾ ചാണ്ടി ഉമ്മനാണ് കൂടുതലും ആളുകൾ ചോദിക്കുന്നത്, മറിയാം ഉമ്മൻ മത്സരിക്കുമോ? ആദ്യത്തെ സാഹചര്യത്തിൽ ചാണ്ടി ഉമ്മൻ കൃത്യമായിട്ട് പറഞ്ഞു, ഇല്ല, ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ മാത്രമേ മത്സരിക്കുകയുള്ളൂ, മറ്റുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. പക്ഷേ പെട്ടെന്ന് തന്നെ നിലപാട് മാറുന്നൊരു സാഹചര്യത്തിലേക്ക് പോയി. രണ്ടുപേരും മത്സരിച്ചു കഴിഞ്ഞാൽ അത് ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വലിയ വിജയമായിരിക്കും എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. അപ്പോൾ ആദ്യത്തെ തവണത്തെ അദ്ദേഹത്തിന്റെ പ്രസ്താവനയ്ക്ക് ശേഷം അദ്ദേഹത്തിന് മറിയാം ഉമ്മൻ മത്സരിക്കുന്നതിൽ നീരസമുണ്ട്. അദ്ദേഹം മറിയാം ഉമ്മന് എതിരാണ് എന്നുള്ള രീതിയിലുള്ള വാർത്താ പ്രചരണങ്ങളൊക്കെ നടത്തി. പക്ഷെ രാഷ്ട്രീയപരമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യമേ തന്നെ മറിയാമ്മയും മത്സരിച്ചാൽ എന്താണ് കുഴപ്പം എന്ന കാണും ചാണ്ടി ഉമ്മൻ തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ മറിയാം ഉമ്മനും സീറ്റ് ചോദിച്ച് ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന ഒരു വാർത്തയായിരുന്നു. അതെ, കൃത്യമായിട്ട് അദ്ദേഹം അപ്പൊ അതിന് തന്നെ കൃത്യമായിട്ടൊരു മറുപടി കൊടുത്തു. ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ മാത്രമേ കാണത്തുള്ളൂ നിലവിൽ, അത് ഞാനായിരിക്കും മത്സരിക്കാൻ പോകുന്നതെന്ന് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം BJP-കാരുടെ അടുത്തേക്ക് പോകുന്നൊരു ദൃശ്യങ്ങളുണ്ടായിരുന്നു. വളരെ രസകരമായിട്ട്, അല്ലെങ്കിൽ BJP-കാരെ ഊക്കി ആകാശത്തേക്ക് കൊണ്ടുപോകുന്ന രീതിയിലേക്ക് പോയി. അപ്പോൾ BJP-കാർ അവിടെ ചെന്ന് 5 മിനിറ്റ് ശേഷമാണ് മനസ്സിലാവുന്നത്, ഓ ഇത് എതിരായി, അമളി പറ്റിപ്പോയി. അവസാനം പത്രസമ്മേളനം നടത്തേണ്ടി വന്നു. അവിടെ ചാണ്ടി ഉമ്മൻ കാണിച്ചത് വളരെ മോശമായിട്ടുള്ള ഒരു പരിപാടിയാണ്. അല്ല, ആ സമരത്തിൽ പങ്കെടുത്തവർക്ക് BJP-യുടെ നേതൃത്വത്തിൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ട്, നീയൊക്കെ എന്നാ പണിക്കാടാ പോയി അവിടെ പോയത്, സമരത്തിനല്ലേ പോയത്, അങ്ങനെ കണ്ടപ്പോഴത്തേക്ക് നീയൊക്കെ എല്ലാം കവാത്ത് മറന്നോ എന്ന രീതിയിൽ ചോദിച്ചിട്ടുണ്ടാവും. അല്ല, ആദ്യം വന്നപ്പോഴുള്ള സംഘർഷം എന്ന് പറഞ്ഞത് വലിയ രീതിയിലായിരുന്നു. പോലീസിനെയൊക്കെ ഇപ്പൊ അടിച്ച് മറിച്ചിടുക എന്നുള്ള രീതിയിൽ വലിയ രീതിയിൽ സംഘർഷമായിട്ടൊന്നും സമരം വന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഊന്തും തോളും ബഹളവും, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭീഷണി. പ്രസംഗിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭീഷണിയാണ്. MLA ഇനി അങ്ങോട്ട് പോകത്തില്ല, ഇങ്ങോട്ട് പോകത്തില്ല, ഞങ്ങൾ പറയുന്നത് കേട്ടേ MLA-ക്ക് പോകാൻ പറ്റും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞതിന് ശേഷം എല്ലാം കഴിഞ്ഞ് MLA പുറത്തേക്ക് പോയിട്ട് വീണ്ടും തിരിച്ചു വന്നിട്ട് കൊടിയെല്ലാം മാറ്റുന്ന സാഹചര്യത്തിൽ നേരെ വന്നിട്ട് പങ്കെടുത്തവരൊക്കെ പോലീസുകാരോട് ഒന്ന് മാറും, ഞാനൊന്ന് അതോട് പൊക്കോട്ടെ എന്ന് പറഞ്ഞ് ചെന്നിട്ട് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. പിന്നെ MLA പറയുന്ന ഒരു കാര്യമുണ്ട്, അവരെല്ലാം എന്റെ അപ്പുറവും ഇപ്പുറവും കിടക്കുന്ന നാട്ടുകാരാണ്, അവരെന്റെ ജനതയാണ്, അവരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് അംഗീകരിക്കാനുള്ള മനസ്ഥിതി എനിക്കുണ്ട്. പക്ഷെ മറ്റുള്ള ചാനലുകാരൊക്കെ പിന്നീട് അടിച്ചിറക്കിയത് ചാണ്ടി ഉമ്മനെ BJP-കാർ കൂകി വിളിച്ച് ഇറക്കി വിട്ടു, നാണം കെടുത്തി വിട്ടു എന്നുള്ള വാർത്തകളാണ്. ഈ ചേർത്തിരുത്തൽ കഴിഞ്ഞ ശേഷമാണ് കൂകിയത്. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കും, ഒരു 10 മിനിറ്റ് BJP-കാർക്ക് അമളി പറ്റിയെന്ന് മനസ്സിലായതിനു ശേഷം അകത്ത് നിന്ന് ആരോ പറഞ്ഞു കൊടുത്തു, MLA വരുന്നത് ശരിയല്ല, മോശമാണ് എന്ന് പറയുമ്പോഴാണ് BJP-കാരെല്ലാം ചിന്തിച്ചു തുടങ്ങിയത്. ശരിയാണല്ലോ, MLA-ക്കെതിരെ സമരം ചെയ്യാൻ വന്നിട്ട് MLA-യുടെ തോളി കൈയിട്ടോട്ട് നടക്കുന്നത് മോശമല്ലേ? അപ്പൊ അങ്ങനെയുള്ള രീതിയിലേക്ക് പോകുന്നു. പിന്നീട് BJP പത്രസമ്മേളനം വിളിക്കുന്നു, ഇത് MLA-യുടെ ഷോയാണ്, MLA-യുടെ നാടകമാണ്, ഞങ്ങളെ നാണം കെടുത്തിയതാണ് എന്നുള്ള രീതിയിലേക്കൊക്കെ പോയി. അപ്പോൾ എന്ന് തന്നെയാണെങ്കിലും അത് വലിയ വിഷയങ്ങളിലേക്കൊക്കെ പോയി. പിന്നീട് നമുക്ക് അറിയാൻ കഴിയും, ഇപ്പോൾ മറിയാം ഉമ്മന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ മറിയാം ഉമ്മൻ എന്ന് പറയുന്നത് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു നേതാവ് തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഉമ്മൻചാണ്ടിയുടെ പേരിൽ അറിയപ്പെട്ട ഒരു നേതാവാണ് മറിയാം ഉമ്മൻ. അതേപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടായത് മറിയാം ഉമ്മൻ അവിടുത്തെ ജനപ്രതിനിധികളല്ല, ഈ മത നേതാക്കന്മാര്, ക്രൈസ്തവ മത നേതാക്കന്മാരുടെ അടുത്ത് ചെന്നിട്ട് അവരുടെ ഫോട്ടോ എടുക്കുന്നു. അതേപോലെ തന്നെ ജനകീയ വിഷയങ്ങളിലൊക്കെ ഇടപെടുന്നു. അപ്പോ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പല കാര്യങ്ങളിലും സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ അത് പിന്നീട് രാഷ്ട്രീയപരമായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം എന്നൊരു വിഷയം അവിടെ വരും. ഇപ്പോ മറിയാം ഉമ്മനെ പരിഗണിക്കാൻ പോകുന്ന മണ്ഡലങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെങ്ങന്നൂര്, അതേപോലെ തന്നെ കാഞ്ഞിരപ്പള്ളി, അപ്പൊ ഈ മണ്ഡലങ്ങളിലൊക്കെ മത്സരിപ്പിക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെയൊന്നും കൃത്യമായിട്ടൊരു സ്ഥാനാർത്ഥികൾ ആവാത്തൊരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു ചെങ്ങന്നൂരായിരിക്കും കൂടുതലും സാധ്യത കിട്ടാൻ പോകുന്നത്. ചെങ്ങന്നൂർ ഇപ്പോ സജി ചെറിയാനാണ് മത്സരിച്ച് MLA ആയിട്ടുള്ളത്. അപ്പോ സജി ചെറിയാൻ ഒരുപാട് പിന്തുണയുള്ള സ്ഥലമാണ്. പക്ഷെ
ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ വരികയാണെങ്കിൽ അത് വലിയൊരു മാറ്റമായിരിക്കും. തീർച്ചയായിട്ടും അത് നല്ലൊരു മത്സരമായിരിക്കും അവിടെ ഉണ്ടാവുക. സജി ചെറിയാനെ കുറച്ച് ജനപ്രീതി ഉണ്ടായിട്ടുണ്ട്. സജി ചെറിയാൻ പിന്നെ ഈ പറയുന്ന പോലെ നമ്മൾ അവിടുത്തെ ലോക്കൽ ആൾക്കാർ സംസാരിക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതാണ്. സജി ചെറിയാൻ വളരെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ജനങ്ങളെ കയ്യിലെടുത്ത് നിൽക്കുന്ന ഒരു നേതാവ് കൂടിയാണ്. അപ്പൊ അത്തരത്തിലൊരു ഓപ്പോസിഷൻ നല്ല രീതിയിൽ മറിയാമോ നിൽക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലത് തന്നെയാണ്. അല്ല, ഞാനിപ്പോഴും ആലോചിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. 10 വർഷം മുമ്പിട്ട് മുഖ്യമന്ത്രിയായിരുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ പേരിൽ ഇന്നും ആരെങ്കിലും പോയി കഴിഞ്ഞാൽ വോട്ട് കിട്ടുന്ന ഒരു സാഹചര്യം ആലോചിച്ചു. അതേ അത്ര ജനപ്രിയൻ തന്നെ ആയിരുന്നു, സംശയമില്ലാത്ത കാര്യം. കേരളം കണ്ട ഇന്നും സംസാരിക്കുന്നുണ്ടെങ്കിൽ 10 വർഷത്തിന് ശേഷവും സംസാരിക്കുന്നുണ്ടെങ്കിൽ അല്ല ജനപ്രിയത തന്നെയാണ്, സംശയമില്ലാത്ത വലിയൊരു വിഷയമാണ്. അല്ല അതൊരു കേരളത്തിലെ പിന്നെ കെ കരുണാകരന് ശേഷം കോൺഗ്രസിൽ കെ കരുണാകരന് ശേഷം ഏറ്റവും കൂടുതൽ ജനപ്രിയനായ ഒരു നേതാവ് തന്നെയാണ് ഉമ്മൻചാണ്ടി. CPM ഏറ്റവും കൂടുതൽ ഭയക്കുന്നതും ജനപ്രിയത തന്നെയാണ്. അതെ, ഇപ്പോഴും ഉമ്മൻചാണ്ടിയുടെ മക്കൾ മത്സരിക്കാൻ ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ സൈബർ അറ്റാക്കുമായി കമ്മ്യൂണിസ്റ്റ് പക്ഷേ അതിൽ നമ്മൾ മറ്റൊരു കാര്യം പറയേണ്ടത്, ചാണ്ടി ഉമ്മൻ തന്നെ പറഞ്ഞിരുന്നു അവരുടെ അച്ഛൻ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും പിണറായി വിജയൻ എന്ന നേതാവ് ഒരു പരിധിവരെ അവരെ സഹായിച്ചിട്ടുണ്ട് എന്നൊരു വർത്തമാനം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതെ, രാഷ്ട്രീയത്തിന് അതീതമായി സഹായിച്ചിട്ടുണ്ടാകാം. പക്ഷെ ഈ പറയുന്ന പാർട്ടി രാഷ്ട്രീയമായിട്ട് അവരെ ശരിക്കും അവർക്കൊരു ഇതുണ്ട്. കാര്യം അവരുടെ പേരെന്ന് പറയുന്നത് അവരുടെ അച്ഛൻ, അത് ചാണ്ടി ഉമ്മന്റെ ഭാഷയിൽ അവരുടെ പിതാവ് ഉണ്ടാക്കി വെച്ച ആ പേരും അല്ലെ, അങ്ങനെയല്ലേ ചാണ്ടി ഉമ്മൻ പറയുന്നത്, ഞങ്ങളുടെ പിതാവ് ഞങ്ങൾക്കുണ്ടാക്കി തന്ന പേരും പെരുമയും അത് ഞങ്ങൾ നിലനിർത്തേണ്ടല്ലോ എന്നൊക്കെ പറയുന്ന പോലെ. അപ്പൊ ഇതിൽ നമ്മൾ പറയേണ്ടത് സജി ചെറിയാൻ തോൽക്കേണ്ടത് ഒരു പരിധി വരെ കേരള സമൂഹത്തിന്റെ ആവശ്യമാണ്. കാര്യം മണ്ടത്തരങ്ങൾ എത്രയെങ്കിലും തവണ കോടതിയെ വിമർശിക്കുന്നു. പക്ഷെ പാർട്ടിക്ക് സജി ചെറിയാൻ അത്ര കണ്ട് ഭയങ്കര അഭിമതനാണ്. പിണറായി വിജയന് വേണ്ടപ്പെട്ട ആള് തന്നെയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് 2 തവണ പോയിട്ടും കുന്തവും കുടച്ചക്രവും പോയിട്ടും പിന്നെയും പിടിച്ച് മന്ത്രിയാക്കി. അല്ല, അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഇന്നും സ്വാതന്ത്ര്യം കിട്ടിയെന്ന് അംഗീകരിക്കാൻ മനസ്സുകൊണ്ട് കഴിയാത്തൊരു പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പോട്ടാണ് അവർ സ്വാതന്ത്ര്യ സമരത്തിൽ കൊടിയെങ്കിലും ഉയർത്തി തുടങ്ങിയത്. അതിന് മുമ്പോട്ട് അവരെ കരിക്കൊടിയൊക്കെ ആയിരുന്നു ഉയർത്തിക്കൊണ്ടിരുന്നത്. അപ്പോ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇപ്പോ ഭരണഘടനയെ എതിർക്കുന്ന ആളുകളെ ഈ രാഷ്ട്രീയ കോൺഗ്രസ് അല്ല രാഷ്ട്രീയപരമായിട്ടുള്ള നമുക്കറിയാം, ഭരണഘടന, പാർലമെന്റ്, നിയമസഭ ഇതെല്ലാം ഒരു രാജ്യം നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോ അതിനെ പോലും വിമർശിക്കുന്ന രീതിയിലേക്ക് പോകുമ്പോ അതൊക്കെ ശുദ്ധ വിവരക്കേടാണ് അദ്ദേഹം പറഞ്ഞത്. ശുദ്ധ വിവരക്കേട് പറയുമ്പോഴും ആ വിവരക്കേട് എന്തോ എന്തോ വലിയ ബുദ്ധി സാമർഥ്യത്തിന്റെ ഉറവിടമാണ് എന്ന് പറയുന്നത്. അതെ, വലിയൊരു ബുദ്ധിയാണ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ വലിയൊരു ചിന്താഗതിയാണ് അദ്ദേഹം പറഞ്ഞത് എന്നുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇപ്പോഴും ഉള്ളൊരു നിലപാടാണ് സജി ചെറിയാനെ പോലുള്ള നേതാക്കന്മാരെ വളർത്തുന്നത്. അവരങ്ങനെയാണ് അവരുടെ ഈ പറയുന്ന രീതിയിലുള്ള. എന്നിട്ട് അവർ പറയുന്നതാണ് ഇതൊക്കെ ഒരു നാട്ടുവർത്താനമല്ലേ, നാട്ടുശൈലിയല്ലേ, ഇതൊക്കെ നമ്മൾ ചോദ്യം ചെയ്യേണ്ടത്. ഇപ്പോ കോൺഗ്രസിൽ നിന്നാണ് ആരെങ്കിലും ഈ പ്രസ്താവന പറഞ്ഞതെങ്കിൽ നാണമുണ്ടോ മ്ലേച്ഛമുണ്ടോ എന്ന് പറഞ്ഞു വരുന്ന നേതാക്കന്മാരെ നമുക്ക് കാണാം. അത് സ്വാഭാവികമായിട്ട്. ഏതായാലും മറിയാവുമ്മന്റെ കാര്യത്തിൽ നമ്മൾ ഈ പറയുന്ന പോലെ പിന്നെ ചെങ്ങന്നൂരും ഉണ്ട്, കാഞ്ഞിരപ്പള്ളിയും പറയുന്നുണ്ട്. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ച് കോട്ടയം, ആലപ്പുഴ തുടങ്ങിയ ജില്ലകൾ, പത്തനംതിട്ട, ഈ 3 ജില്ല ക്രിസ്ത്യൻ വോട്ട് എന്ന് പറയുന്നത് ഇടതിലേക്ക് വരുന്നത് ഈ പറയുന്ന സജി ചെറിയാനുണ്ട്. ഇപ്പൊ ജയരാജാണ് കാഞ്ഞിരപ്പള്ളി മത്സരിച്ചിരിക്കുന്നത്. അതായത് മാണി കോൺഗ്രസ് ജോസ് കെ മാണിയോട് നിൽക്കുന്ന ആളാണ് ജയരാജ്. ഇത് മാണി സാറിന്റെ സമയത്ത് മാണി സാറിനൊപ്പം നിന്ന ആളാണ്. അപ്പോൾ അവരുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്, CPMന്റെ സ്ട്രാറ്റജി ഈ പറയുന്ന ക്രിസ്ത്യൻ വോട്ട് കിട്ടുന്നതിന് വളരെ പ്രയാസമാണ്. അപ്പൊ സജി ചെറിയാൻ ഒരു വേള ചെങ്ങന്നൂരിൽ നിന്ന് സജി ചെറിയാൻ ആൾക്കാരെയൊക്കെ കയ്യിലെടുത്ത് ഇനി അരിവാൾ ചുറ്റിക നഷ്ടത്തിൽ കുത്തുന്നതിന് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് വിരോധമില്ല, അതങ്ങനെ ആകുമെന്നാണ് അദ്ദേഹത്തിന്റെ ഒരു ധാരണ. അതുകൊണ്ട് തന്നെ സജി ചെറിയാൻ തന്നെ മത്സരിക്കുള്ളൂ, അവിടെ വേറെ മാറ്റം ഉണ്ടാവില്ല. പക്ഷെ ഇത്തരത്തിൽ മറിയാവുമ്മനെ ഈ പറയുന്ന രീതിയിൽ ചെങ്ങന്നൂരോ അല്ലെങ്കിൽ കാഞ്ഞിരപ്പള്ളിയിലോ നിർത്തുകയാണെങ്കിൽ നല്ലൊരു മത്സരം ഉണ്ടാകും. ഒരു വലിയ നേതാവിന്റെ മകൾ എന്ന രീതിയിലുള്ള പരിഗണന ഈ പാർട്ടിക്ക് അതീതമായി, അതായത് രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും തന്നെ കരുതാം അല്ലെ. ഇത് പറയുന്ന സതീശന്റെ സ്ട്രാറ്റജിയിൽ അങ്ങനെ ഒരുപക്ഷെ ഉണ്ടാകുമായിരിക്കും എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം.